യെസ് ആൻഡ് ഇത് നമ്മുടെ പുതിയ അതിഥിയാണ്. പുതിയ ഇവൻ ആദ്യമായിട്ട് വരുന്നത്. മറ്റേ റിവ്യൂ ഒന്നും ഇല്ല. ഇല്ല കിട്ടത്തില്ല. ഇദ്ദേഹത്തിന്റെ പേര് മനു മോഹൻദാസ് ഫ്രം യു. ഇതെല്ലാം കട്ട് ചെയ്ത് കളയുന്നതായിരിക്കും. ഇൻട്രോ ആണോ എക്സ്ട്രാ ആണോ? അതെ, ഇൻട്രോ. ഇവൻ ആംബി പാട്ടാന്ന് തോന്നുന്നു, എനിക്ക് മനസ്സിലായത്. അങ്ങനെ സപ്പോർട്ടറാണ്. അത് ഇൻട്രോവേർട്ട് നടുക്ക് നിൽക്കുന്ന കഷ്ടം എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഫീലിങ്സ് എന്ന് പറഞ്ഞ് പുഷ്പ 2 ഏറ്റവും പുതിയ സോങ് വന്നിരിക്കുകയാണ്. നമുക്കതൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. ഇത് അല്ലു അർജുൻ കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞത് മലയാളികൾക്ക് വേണ്ടി സെപ്പറേറ്റ് പറഞ്ഞ് ചെയ്യിച്ച സാധനമാണ് പറഞ്ഞിരിക്കുന്നത്. ഫീലിങ്സ് ഡി എസ് പി പറഞ്ഞു എൻ്റെ മലയാളികളോട് ഞാൻ എങ്ങനെ എൻ്റെ സ്നേഹം കാണിക്കും പറഞ്ഞ് പണ്ണലാം, ഒരു പാട്ട് പണ്ണലാം എന്ന് പറഞ്ഞു. അതാണ് ഫീലിങ്സ്. എന്തായാലും എങ്ങനെ ഉണ്ടോ നോക്കാം. അതെ, അതിൻ്റെ ഒരു ഗ്ലിംസ് ഇറങ്ങിയിരുന്നു. അപ്പോൾ അതിൽ സ്റ്റാർട്ടിങ്ങിൽ ഇവർ ഉപയോഗിച്ചൊരു മലയാളം വേർഡ്സ് ഉണ്ട്. അത് ആക്ച്വലി അതാണ് എല്ലാ ലാംഗ്വേജിലും ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോർത്തിൽ അറിയാവുന്ന ആകെ മലയാളം പാട്ടെന്ന് പറഞ്ഞാൽ മുന്തിരി തഞ്ചി കുഞ്ചിക്കോയാണ്. ആര് പറഞ്ഞു? അപ്പോൾ ഇല്ലുമിനാറ്റിയോ? അത് മലയാളം പാട്ട് തന്നെയല്ലേ ഞാൻ പറഞ്ഞ. അവിടെ വേറൊരു ഭാഷ ഇറങ്ങിയ പാട്ടിൽ അങ്ങനെ. സോ നമുക്ക് ഫീലിങ്സ് എന്ന് പറഞ്ഞ പാട്ട് കണ്ടോക്കാം. ശേഖർ എൻഡിങ് സോങ് ആണോ ഈ സെറ്റ്? ആയിരിക്കും. അർത്ഥമില്ലാത്ത തെറ്റിരുന്നു. ടഫ് സ്റ്റെപ്സ് ഉള്ളി അല്ലേ? ഈസി ആയിരിക്കും. അതെ, ആരും ചെയ്യരുതെന്ന് പറഞ്ഞു കളിക്കുന്നു. ഇലുമിനാറ്റിയാണ്. ഒരുമാതിരി ഭോജ്പൂരി പാട്ടുകളുടെ ഡാൻസ് അല്ലേ? മലയാളികളെ തന്നെയല്ലേ ഉദ്ദേശിച്ചത്? കേട്ടിട്ടുണ്ടല്ലോ മറ്റേ മനസ്സിലായ പുള്ളിയായിരുന്നു അല്ലല്ലോ. ചന്ദ്രദർശനി റോക്ക് സ്റ്റാർ. കേരള വൈബ്. മലയാളത്തിൽ വരുന്നുണ്ടേ ഫീലിങ്സ് ഉണ്ടായിരിക്കും. എന്തോ പറഞ്ഞു മറ്റുണ്ടായി. ഈ പോർഷൻ നല്ല രസമുണ്ട്. അതാണ് പാട്ട് മൊത്തത്തിൽ മറ്റേ ഓടാൻ പോകുന്ന. അതെ, ശരിക്കും മറ്റേ കിസിക്കിനേക്കാൾ ഒരു ഡാൻസിന് പറ്റിയ ഒരു പാട്ടാണ്. പക്ഷെ ഇത് പടത്തിൽ കാണത്തില്ലെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. ഇല്ല, വളരെ ചെറിയ സെറ്റുകളാണ്. ഇതൊരു ആഫ്റ്റർ തോട്ടാണ് തോന്നുന്നു പ്രൊമോഷനിൽ. ഈ
പോർഷൻ അതിൽ പാട്ടില്ല. ഇഷ്ടപ്പെട്ടു, നല്ല ഫീലിങ്സ്. കിസിക്ക് കണ്ടപ്പോ എന്താ അല്ലു അർജുൻ ഡാൻസ് കളിക്കാത്ത നീ എന്താ പറഞ്ഞ ക്യാരക്ടർ പിടിച്ചാണ് എന്ത്? അതെ, ഞാനിപ്പോ പറയുന്നത് അതായത് ഇതാണ് നമ്മൾ അവിടെ പ്രതീക്ഷിച്ചത്. അത് പുഷ്പ പോലെയല്ല, ഇവ ചേട്ടൻ പറഞ്ഞ പോലെ ഇതൊരു ആഫ്റ്റർ തോട്ട് പോലെ എന്നാ നമുക്കൊരു പാട്ടർ അടിച്ചാലോ എന്ന് തോന്നിട്ട് ചെയ്യുന്ന പോലെ. അപ്പൊ ഈ ക്യാരക്ടർ ഒന്നും ഇല്ല, ഞാനും കളിക്കുകയാണ് പറയുന്നത്. അതെ അതെ, ആ സാധനമാണ് അല്ലു അർജുനെ കുറെ നാൾ ശേഷം മറ്റേ അഴിഞ്ഞാൻ വിട്ട പോലെ അവസ്ഥ. പക്ഷെ വേറെ സാധനം, ഇപ്പൊ പുഷ്പയിലെ എല്ലാ പാട്ടിലും ആ ഡാൻസ് കളിക്കുമ്പോൾ അല്ല, നമ്മളിപ്പോ ശ്രീലീല കിഡ്ലൻ ഡാൻസറാണ്, അല്ലു അർജുൻ കിഡ്ലൻ ഡാൻസറാണ്. അപ്പൊ നമ്മള് ഇത് അവരുടെ ഒരു ഡാൻസ് ആയിട്ടാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇത് അതെ, എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു സോങ് അവിടെ വരണമായിരുന്നു. അതെ അതെ, ഇങ്ങനൊരു സോങ് അവിടെ വന്നാല് മറ്റേ സമന്ത ആ കമ്പാരിസൺ ഒഴിവാക്കായിരുന്നു. അതെ, സമന്തമായിട്ടുള്ള കമ്പാരിസൺ അത് തന്നെ റീക്രിയേറ്റ് ചെയ്യണ്ടായിരുന്നു. അത് തന്നെ കുറച്ചുകൂടെ പക്ക ഒരു ഡാൻസ് മോഡൽ. ഇപ്പം ശ്രീലയ്ക്ക് ആ ടൈപ്പ് സാധനമാണ് പക്ക. അപ്പൊ അങ്ങനെ ഒരു സാധനം. പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ആയതുകൊണ്ട് കുറച്ചുകൂടെ ഏജ് കുറവായതുകൊണ്ട് അവർ ഒരുപാട് സെക്ഷലൈസ് ചെയ്യാതെ നോക്കിയതായിരിക്കും ആ പാട്ട്. ഫോട്ടോ എടുത്തോ 4 ലൈനില്. അത് ചെയ്യുന്നേ ഇല്ല. അല്ല, എന്നാലും പൊതുവെ സമന്തയുടെ പാട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇത് രസമുണ്ട്. അതായത് റീലിൽ പറവറക്കും അതുപോലെ പാട്ട് തിയേറ്ററിലുണ്ടെങ്കിൽ രസമാണ് തിയേറ്ററിൽ കേൾക്കാൻ. ഓളം ഉണ്ടാക്കാൻ മനസ്സിലായോ കഴിഞ്ഞ മലയാളം ലിറിക്സ് ഇട്ട് ഹിന്ദിക്കാരൊക്കെ എല്ലാവരും അത് തന്നെ. ആ പോർഷൻ സാധാരണ അന്യഭാഷ ചിത്രത്തിൽ വരുന്ന പോലെ നല്ല മലയാളമായിട്ട് മനസ്സിലായ പോലെ അല്ല. അല്ലല്ല, അതാണ് എന്റെ ലിറിക്സ് നല്ല രസമുണ്ട്. മലയാളം പോർഷൻസ് എഴുതിയേക്കും നല്ല രസമായിട്ടുണ്ട്. അടിപൊളിക്കാൻ ആ ലെവലല്ല, കുറച്ച് നല്ല സാധനം ആയതുകൊണ്ട് ഇത് കൊള്ളാം. എനിക്കൊന്ന് റീൽ സാധനമാണ്, റീൽ കത്തിക്കും. ഡാൻസും ഭയങ്കര ഒടുക്കത്തെ എനർജി. ആ പോർഷൻ അവർ ലിപ്പ് സിങ്ക് ചെയ്യുന്നില്ല, അവര് കളിക്കുവാണ്. ഇപ്പൊ രശ്മിയൊക്കെ നല്ല ഭയങ്കര പവറായിട്ട് ഡാൻസ് കളിക്കും. പിന്നെ കുറച്ച് എന്താ പറയാ, കുറച്ച് റീക്രിയേറ്റ് ചെയ്യാൻ പാടുള്ള സ്റ്റെപ്പ് ഇവര് ഈ എന്നാ രണ്ടുപേരുടെയും കൂടെ സ്റ്റെപ്പുകളെ കോമ്പിനേഷൻ സ്റ്റെപ്പാ. അത് കുറച്ച് പാടാം. ഈ ഡാൻസിങ് കുറച്ച് ചാനൽസ് ഉണ്ടല്ലോ, അവരെടുത്തിട്ട് ഇത് റീക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ വരും. കാരണം ആ ചാടി മണ്ടക്ക് കയറുന്നതും ഗിറ്റാർ പോലെ അതൊക്കെ നല്ല കൺട്രോൾ ഉണ്ടെങ്കിൽ നല്ല കൺട്രോൾ വേണം. ഡാൻസ് ചെയ്യാൻ അതാ ഞങ്ങൾ പറഞ്ഞ കൺട്രോൾ വേണം. നല്ല ഫീലിങ്സ് അല്ലേ? നല്ല ഫീലിങ്സ്. ഇതിന്റെ ഫുൾ വീഡിയോ എങ്ങനെയാണെന്ന് ആക്ച്വലി ഇപ്പൊ ഇത് ലിറിക് വീഡിയോ ആണെന്ന് പറഞ്ഞല്ലേ, പാട്ട് തുടങ്ങിയിട്ട് കുറച്ച് നേരത്തേക്ക് വീഡിയോ വന്നായിരുന്നു. പക്ഷെ അത് ആക്ച്വലി പല ടൈമിലുള്ള വീഡിയോസ് കുറച്ചുകൂടി ഇവർ കമ്പൈൻ ചെയ്തിരിക്കുന്നത്. കാണിച്ച പോർഷൻ തന്നെ സെയിം റിപ്പീറ്റ് അതങ്ങനെ വിഷ്വലി ആണെങ്കിൽ പോലും മറ്റു പാട്ടുകളിൽ ഭയങ്കര വേറെ നിൽക്കുന്നു. അതായത് ഇത് ഇപ്പൊ ഈ പടത്തിൽ തന്നെ ഇറങ്ങിയ ബാക്കി പാട്ടുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു സെറ്റപ്പ് തന്നെ കുറച്ചുകൂടെ എന്താ പറയാ, മറ്റേ സിനിമയിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഭയങ്കര ഇതാണ് നെൽസന്റെ പടത്തിൽ പടം തീർന്നു കഴിഞ്ഞ് ഡാൻസ് കളിക്കുന്നത്. അങ്ങനെ ആയിരിക്കാം മേ ബി, ഇതും അങ്ങനെ ആയിരിക്കാം. കിസയ്ക്ക് മാത്രമേ കുറച്ച് ഇഷ്ടപ്പെടാതെ, ബാക്കി എല്ലാ പാട്ടും രസമുണ്ടെന്ന് തോന്നി. ഫസ്റ്റ് പടത്തിന്റെ അത്രയും മറ്റേ ശ്രീവള്ളി പോലൊരു പാട്ട് ഇതുവരെ വന്നില്ല. അത് വരുന്നുണ്ടെന്ന് ഇനിയില്ല, ഇനി അതിനുള്ള സ്കോപ്പ് ഉണ്ടാവും പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും സോങ് വന്നില്ലല്ലോ ഇപ്പം. ഇതായിരിക്കും അവരുടെ സെലിബ്രേഷൻ. ഇനിയിപ്പോ അവര് പറയാണെന്ന് പ്രേമിക്കുന്ന പരിപാടിയൊന്നും നടക്കത്തില്ല. ഇനി ഒരു മെലഡി വരണമല്ലോ. മെലഡി ആയിട്ട് ഇപ്പൊ വേറെ ഏതാ പാട്ട് ഇപ്പൊ എത്ര പാട്ട് വന്നിട്ടുണ്ട്? 3 പാട്ട്. മറ്റേ ഇവന്റെ മറ്റേ ഇത് വന്നിട്ടുണ്ട് ഒരു മെയിൻ പാട്ട്. അല്ലല്ല, മെലഡി വന്നു. ആദ്യം ഒന്നും മെലഡി അല്ലേ, മറ്റേ ഇവര് പാടിയ ഫസ്റ്റ് ഒരെണ്ണം. അത് തന്നെ, അത് വരാണ്ട് പറയാം. അതും നല്ല പാട്ടായിരുന്നു. അപ്പൊ ഇനിയില്ല, ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പടത്തില് 2-3 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. അതെ, വ്യാഴാഴ്ച പടം റിലീസാണ്.